എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫോട്ടോ ബോട്ടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ബോട്ടിൽ ക്ലീൻ ചെയ്ത് ക്യാപ്പൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് കവർ ചെയ്ത് ഒട്ടിക്കണം. ഫെവിക്കോളും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്താണ് ഇത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. ബോട്ടിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണേ. ടിഷ്യൂ പേപ്പറിൽ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ടിഷ്യൂ പേപ്പറെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലേക്ക് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് സ്റ്റിക്കർ പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പ്രത്യേകിച്ച് ഗ്ലൂ ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ഫോട്ടോയ്ക്ക് ചുറ്റും കുറച്ച് വർക്കുകളൊക്കെ ചെയ്തെടുക്കണം. ഈ മോൾഡിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആദ്യത്തെ ത്രെഡ് പോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോട്ടോയ്ക്ക് ചുറ്റുമായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്ലേ ഒട്ടിച്ചു കൊടുക്കുന്നത്. ത്രെഡ് പോലുള്ള രണ്ടെണ്ണം കൂടെ നമ്മളൊന്ന് തിരിച്ചെടുക്കുകയാണ്. ഇനി ഈ ഫോട്ടോയ്ക്ക് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് കവർ ചെയ്ത് ഒട്ടിക്കണമെന്നില്ല. ഈ ഒഴിഞ്ഞു കിടക്കുന്ന പോർഷനിൽ നമുക്ക് വേറെ വർക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ഈ ക്ലേ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഫ്ലവറുകൾ ചെയ്തെടുക്കണേ. ആദ്യം ഈ ക്ലേ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നു. ശേഷം ഇത് കൈകൊണ്ട് പ്രസ് ചെയ്ത് പെറ്റലിൻ്റെ ആകൃതിയിൽ ആക്കിയെടുക്കുന്നു. ഇവ ഇനി ഓരോന്നും ചേർത്തൊട്ടിച്ച് ഫ്ലവറിൻ്റെ രൂപത്തിലാക്കിയെടുക്കുന്നു. ഈ രീതിയിലാണ് ഇതിനു മുമ്പും ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റു പല രീതിയിലും ഫ്ലവർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫ്ലവറെല്ലാം നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇവിടോട്ട് ഒട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒട്ടിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ചെറിയ രണ്ട് ഫ്ലവറുകൾ ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇവിടെയും കൂടെ ഒന്ന് ക്ലേ ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യണം. എന്നിട്ടിനി ഇതേപോലെ അങ്ങ് ഒട്ടിക്കണം. ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലേ ഒരു ബാൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ ഉപയോഗിച്ച് ഇത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം.
ഞാൻ കുറച്ച് ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ബോളിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഓരോന്നൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ക്ലേ വെച്ച് കുഞ്ഞ് ബട്ടൺ കണക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ബോട്ടിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ ബോഡി കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ അങ്ങ് അപ്ലൈ ചെയ്യുകയാണ്. ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടെക്സ്ചർ നമുക്ക് ലഭിക്കും. നെക്ക് പോർഷനിൽ ഒരു ഓറഞ്ച് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഈ യെല്ലോയുമായിട്ട് നന്നായിട്ടൊന്ന് മെർജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മുകളിലത്തെ ബാളിൽ ആദ്യം ഞാനൊന്ന് ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ബീഡ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ബ്രൗൺ കളർ നൈസായിട്ട് കുപ്പിയുടെ നെക്ക് പോർഷനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് നൈസായിട്ടൊരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ച് ആ ബീഡ്സിൻ്റെ മുകളിലുള്ള കളറങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിനൊക്കെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. റെഡ് കളറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ത്രെഡ് പോലുള്ള പോർഷനുകളിലെല്ലാം മെറ്റാലിക് ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം മെറ്റാലിക് ഗോൾഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബീഡ്സിൻ്റെ ഇടയിലോട്ടൊന്നും അധികം കളർ അപ്ലൈ ചെയ്യുന്നില്ല. അതുപോലെ ഈ കുപ്പിയിലോട്ടും ചെറുതായിട്ട് ഡ്രൈ ബ്രഷ് രീതിയിൽ ഗോൾഡൊന്ന് അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഗ്ലോ ലഭിക്കും. ഈ ഫ്ലവറുകളിലൊക്കെ ചെറുതായിട്ട് ഗോൾഡൻ അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഈ മിറർ പീസുകൾ ഈ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സൈഡുകളിലും ഓരോന്ന് ഒട്ടിക്കുന്നു. ഇവിടെയൊക്കെ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മിററിന് ചുറ്റും ചെറിയൊരു കളറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഒരു കോട്ട് വാർണിഷും കൂടി അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വർക്ക് പൂർത്തിയാവുന്നതായിരിക്കും. ഈ ഫോട്ടോയ്ക്ക് മുകളിലും വാർണിഷ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ലാമിനേഷൻ കോട്ട് പോലെ അങ്ങ് ഇരുന്നോളും. കളർ ഒരിക്കലും ഫെയ്ഡ് ആകത്തുമില്ല. അപ്പോൾ നമ്മുടെ ഫോട്ടോ ബോട്ടിലാർട്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനത്തിനോ മറ്റ് വിശേഷ അവസരങ്ങൾക്കോ ഒക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റെന്തിനേക്കാളും വിലമതിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.